ഹലോ ഗൈസ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ് ഗൈസ്. എന്താണെന്നറിയാമോ? എന്താണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഒരു സംഭവം ഉണ്ടാക്കി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണത്. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. പക്ഷേ അതുമായിട്ട് എന്തൊക്കെയോ ബന്ധപ്പെട്ടാണ് ആ സാധനം ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി എൻ്റെ സ്വന്തം റെസിപ്പി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അവിടെ ഇവിടെ കിടന്ന് ബോധമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഞാനത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണാം. ഇത് മറ്റേ ഇലയുടെ അല്ല ഗൈസ്, ഇത് ഞാൻ കരിമീൻ പൊള്ളിച്ചതാണ് ഗൈസ്. കരിമീൻ പൊള്ളിച്ചതാണ് ഗൈസ്. ഞാൻ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇപ്പോൾ പൊള്ളിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത് ഗൈസ്. നിങ്ങൾ കരിമീൻ മേടിച്ചിട്ടുണ്ടല്ലോ. ഞാനത് പൊള്ളിച്ച് ഗൈസ്. ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചൂട് പാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. നല്ല രീതിയിൽ ചൂട് പാറുന്നുണ്ട്. കാരണം ഇതാണ് സെറ്റപ്പ് സാധനമാണോ എന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പൊണ്ണാരല്ല എന്തുവാ ഇവിടെ ഇരിക്കേണ്ട ഇലയെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ തന്നെ ഇത് ഞാൻ ഇതിൻ്റെ കൂട്ടൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തരില്ല. കാരണം ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു കേസ് കേട്ടാണല്ലോ. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കമത്തായി ഇങ്ങനെയായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ ചമ്മിപ്പോയി. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. പക്ഷെ ഞാനിത് ഇതിലങ്ങനെ ആക്കി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെയൊക്കെയാണ് തോന്നിയിരിക്കുന്നത്. എൻ്റെ മഹാദേവ കപ്പുണി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതാക്കും. നമുക്ക് പൊടുങ്ങി സംഭവം ഞാനും എന്താണ് ഇത് പറയുന്നത്, മറ്റേ തക്കാളിക്കും ഉള്ളിയും കൂടെ എല്ലാം കൂടെ വഴറ്റിയ സാധനമാണ്. ഞാൻ കൂടെ ഞാൻ സെറ്റാക്കിയിട്ട് വരാവേ. സ്പൂൺ എടുത്തോട്ടെ. അപ്പം ഞാൻ തിരിച്ച് വന്നു. എൻ്റെ സ്പൂണൊക്കെ എടുത്തോണ്ട് ഇത് വലിയ സെറ്റൊക്കെ എടുത്തോന്നല്ല, മറ്റേ സ്പൂൺ എടുത്തോണ്ട് അതിൽ കഴിച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു. നമ്മൾ കാണുമ്പോൾ ഇച്ചിരി എന്തോ മുള്ളുണ്ട്, എനിക്ക് പേരും കിട്ടുന്നില്ല. ഇതിങ്ങനെ കൈ കൊണ്ട് നല്ല സെറ്റാകും. ഞാൻ ഇച്ചിരി എടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ കിട്ടുന്ന കഴിയും. പക്ഷേ ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രായ ഉണ്ടാക്കി തന്നല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കിയല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് വന്നു കേട്ടോ. പക്ഷേ ഞാൻ പൊളിച്ചിട്ട് തന്നെ ടേസ്റ്റ് ടേസ്റ്റ് ഓക്കെ. ഇത് അമ്മേ ഞാനേ സമ്മതിക്കാൻ പറ്റുമല്ലേ? അതുപോലെ സൂപ്പർ സാധനമാണ്. കൊച്ചു മതി. സൂപ്പർ. കഴിക്കേ ഞാൻ കഴിച്ചിട്ട് വെച്ചിട്ട്.